ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു ചാനൽ ഒരു വീഡിയോയോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ പ്രൈവസിയും ഫ്രീഡവും റെസ്പെക്ട് ചെയ്ത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. സോ ബേസിക്കലി അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ വാട്സാപ്പിൻ്റെ ആൻറ്റിബോം വേർഷൻ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അഥവാ ആൻറ്റിവൈറസ് വാട്സാപ്പ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലേക്ക് പോകാം. യൂട്യൂബിൽ ഞാൻ ലിങ്കൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുത്ത് തരുന്നതാണ്. യൂട്യൂബിൽ പോയിട്ട് പണിഷേഴ്സ് പബ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചാനൽ വരും. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വേണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിലാണ് നമ്മുടെ ഒരു വാട്സാപ്പിൻ്റെ വാട്സാപ്പ് ഐറ്റംസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന മോഡാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 4-5 മാസമായി. അപ്പോൾ നമുക്ക് അവിടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചെയ്യാൻ ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഒരു വീഡിയോസ് ആയിട്ട് ഓരോ വാട്സാപ്പിൻ്റെയും വേർഷൻസ് ഓരോ വാട്സാപ്പിൻ്റെയും വേർഷൻസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് തമ്മിലും ടൈറ്റിലും നോക്കാം. എന്നിട്ട് ഏത് വാട്സാപ്പാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് വേർഷൻ വാട്സാപ്പാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു വാട്സാപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഇട്ടേക്കുന്ന ഈ ഒരു വേർഷനാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു വാട്സാപ്പിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡീബഗ് വാട്സാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ആഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ട് ഇത് ചെയ്ത് കൊടുക്കണം. ആ ഒരു ആഡിൽ നിന്ന് അവർക്ക് അതിനുള്ളൊരു ഇൻകം കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻകം അവരോട് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീബഗ് വാട്സാപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ഫയർ ലിങ്ക് ആണ്. മീഡിയ ഫയർ ലിങ്കിൽ പോയിട്ട് ഈ ഒരു ഫയലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ലോഗോ. ഈ ഒരു റെഡ് കളർ വാട്സാപ്പിൻ്റെ ചിഹ്നമാണ് നമ്മുടെ ലോഗോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾ ആവാത്തവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വേർഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും ഇൻസ്റ്റാൾ ആവുന്നില്ല, നിങ്ങളുടെ ഇൻസ്റ്റാളർ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് APK എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാളർ ഉണ്ട്. ഇൻസ്റ്റാളർ അഥവാ ഒരു ആപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. ആ ഒരു ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ ഫോൺ മാസ്റ്റർ സെക്യൂരിറ്റി സ്കാൻ ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെയും എല്ലാം ഐറ്റംസും കഴിഞ്ഞു. നമ്മുടെ ആൻറ്റിബോം വാട്സാപ്പ് ഇൻസ്റ്റാളേഷനും കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഒരു വാട്സാപ്പ് ഓപ്പൺ ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ഒരു വാട്സാപ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ നമ്മുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷനാണ്. അഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അഗ്രി ആൻഡ് ഫയൽ നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെൻ്റെ ഒരു ഫേക്ക് നമ്പറാണ്. അപ്പോൾ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അവരെ നമ്പർ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫേക്ക് നമ്പർ വെച്ച് നമുക്ക് എങ്ങനെ വാട്സാപ്പ് എടുക്കാമെന്ന് ഞാൻ വേറൊരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവർക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി അത് കാണാം. ഫേക്ക് നമ്പർ +1 ഫേക്ക് നമ്പറാണ്. US-ൻ്റെ ഫേക്ക് നമ്പർ എടുക്കുന്നത് എങ്ങനെയെന്നാണ് വീഡിയോ ചെയ്തേക്കുന്നത്. വേണ്ടവർക്ക് പോയി കാണാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഓക്കെ ഒക്കെ കൊടുത്തുവിടാം എല്ലാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. SMS വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാം. SMS ചെയ്യാൻ വരില്ല, 1 മണിക്കൂറിൽ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ കൊടുക്കാം. നമുക്കപ്പോൾ കോൾ മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കോൾ റിക്വസ്റ്റ് ചെയ്യാം. കോൾ റിക്വസ്റ്റ് ചെയ്യാൻ ശേഷം നമ്മുടെ അവർ ടെക്സ്റ്റ് ആപ്പ്, ഈ ഒരു ആപ്പ് വെച്ചാണ് നമ്മൾ അവർ ഫേക്ക് നമ്പർ എടുക്കുന്നത്. ആക്ച്വലി ആ ഒരു ഫേക്ക് നമ്പർ എടുക്കുന്ന ഒരു ആപ്പ് ഓപ്പൺ ആക്കി വെക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ അതിനകത്ത് കോളായിട്ടല്ല വന്നത്, ഒരു വോയിസ് മെയിൽ ആയിട്ടാണ് വന്നത്. വോയിസ് പ്ലേ ചെയ്ത് നോക്കാം. 5. Your verification code is 7158222. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വന്ന വെരിഫിക്കേഷൻ കോഡ് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ആപ്പിനകത്തേക്ക് കയറിയൊക്കെയാണ് നമ്മുടെ ഒരു നമ്പർ കിട്ടിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാക്കപ്പ് നമുക്ക് വേണ്ട, നമ്മുടെ ഒരു ബാക്കപ്പ് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ സ്കിപ്പ് കൊടുക്കാം. സ്കിപ്പ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു നെയിം അടിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് റെഗുലർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ കേസ് ടോക്കർ നമ്പർ കൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈൽ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ലേറ്റർ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് അവരോട് ചേഞ്ച് ലോഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു ആഡ് വെയർ പോലെ വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടു ഹെൽപ്പ് യു വിത്ത് മെസ്സേജസ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സെറ്റിംഗ്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ സാധാ വാട്സാപ്പ് ഓപ്പൺ ആക്കി വരുമ്പോൾ പുതിയതായിട്ട് വരുന്ന പോലെ തന്നെ നമ്മുടെ ഒരു വാട്സാപ്പ് വന്നിട്ടുണ്ട്. സ്റ്റാറ്റസിൽ നമ്മുടെ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആൻറ്റി ബോംബ് വാട്സാപ്പ്. ഈ ഒരു വാട്സാപ്പിൽ നമ്മുടെ ബോംബ് ഐറ്റംസ് ഒന്നും ഒന്നുമില്ല. ഞാനിപ്പോൾ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. 12:30 ഒരുമാതിരിപ്പെട്ട് കിട്ടാൻ ബോംബിൻ്റെ ഇത് കിട്ടാൻ ചാൻസുള്ള ആൾക്കാരൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് പ്രൂഫ് എന്തായാലും കാണിക്കുന്നില്ല. എന്തായാലും 100% വർക്കിംഗ് ആണ്. ബോംബ് വീണാലൊന്നും കുഴപ്പമില്ല. ആക്ച്വലി ഇതൊക്കെ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഇതേപോലത്തെ ആൻറ്റി ബോംബ് വാട്സാപ്പുകൾ കുറേ വേർഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതൊക്കെ. ആ ഒരു പബ് വാട്സാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്തേക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് ഔട്ട് ഓഫ് ഡേറ്റ് ആയി, അഥവാ ഔട്ട് ഓഫ് ഡേറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പുതിയതായിട്ട് ആ ഒരു നമ്പർ ഇതിനകത്ത് സൈനപ്പ് ചെയ്യുമ്പോഴാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിനകത്തേക്ക് കയറിയതിന് ശേഷം ഈ ഒരു വാട്സാപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു ദിവസം ഫേക്ക് നമ്പർ എടുക്കുന്ന ടൈമിലാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2-3-4 ദിവസം നമ്മൾ വേറെ ഗ്രൂപ്പിലൊന്നും കയറാതെ ജസ്റ്റ് പേഴ്സണൽ മെസ്സേജും അധികമൊന്നും അയക്കാതെ ജസ്റ്റ് ഈ ഒരു റെഗുലർ യൂസായിട്ട് ചെറിയ യൂസ് മാത്രമായിട്ട് ഈ ഒരു അക്കൗണ്ട് കൊണ്ട് നടക്കുക. അതിനുശേഷം മാത്രം ഞങ്ങൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ റെഗുലറായിട്ട് ഫേക്ക് വാട്സാപ്പ് ഓപ്പൺ ആക്കി അപ്പോൾ തന്നെ നിങ്ങൾ ബോംബടിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നമ്പർ പൊട്ടാൻ ചാൻസ് ഉണ്ട്, അഥവാ നിങ്ങളുടെ നമ്പർക്ക് ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, ബാൻഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അതേമാതിരി ഗ്രൂപ്പിൽ കയറാം, വേറെ ആൾക്കാർക്കായിട്ട് ബോംബ് അയക്കുക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുക. കുറേ സ്പാം അയക്കുന്ന ടൈമിലൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ എൻ്റെ വേറൊരു നമ്പറിൽ എൻ്റെ സ്വന്തം നമ്പറിൽ പേഴ്സണൽ നമ്പറാണ് ഞാൻ അതാണ് ബ്ലർ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിന്ന് ഞാൻ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് തിരിച്ചൊരു ഹൈ എന്ന് പറഞ്ഞ മെസ്സേജ് തിരിച്ചയക്കുന്നതോടുകൂടി എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലെ ഓരോ വാട്സാപ്പിലായിട്ട് നമ്മുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ റിപ്ലൈ കൊടുത്തു. കറക്റ്റായിട്ട് നമ്മുടെ ഇതിനകത്ത് ചാറ്റ്സൊക്കെ വർക്കിംഗ് ആണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ചേഞ്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വോയിസ് ചേഞ്ചർ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വോയിസ് ചേഞ്ചർ നമ്മൾ സാധാരണ ഇപ്പം വാട്സാപ്പ് GB വാട്സാപ്പിലൊക്കെ ഉണ്ടാവുന്ന മോഡ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീക്രട്ട് ചാറ്റ് എനേബിൾ ആവുന്നുണ്ട്. വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിലേക്ക് സാധാ വാട്സാപ്പ് സെറ്റിങ്സ് കൂടാതെ നമ്മുടെ ഇതിനകത്ത് ഡീബഗ് വാട്സാപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഡീബഗ് വാട്സാപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് കാണാൻ കഴിയും. ഉള്ള സെറ്റിങ്സ് എല്ലാം നമ്മുടെ സാധാ മോഡ് വാട്സാപ്പ്സിലെല്ലാം GB വാട്സാപ്പ് ആയാലും ബുക്ക് വാട്സാപ്പ് ആയാലും ഏത് മോഡ് വാട്സാപ്പ് ആയാലും വരുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാതെ വേറെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ ഓപ്ഷൻസും പറഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമ്മളധികം വയർ ഇത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇമേജ് വൈറസ്, ഫിക്സ് വെബ് പേജ് വൈറസ് അങ്ങനെയുള്ള ഐറ്റംസ് ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രാഷ് ബോട്ട് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ കഴിയും. നമ്മളിത് ചെയ്ത് ചെയ്യുമ്പോൾ ടൈം പോണത് കാരണം ഞാനിപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് വൈറസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യണം. അത് ബ്ലോക്ക് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്തിടാം. കോൺടാക്ട് വൈറസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് വൈറസ് ഇടാം. ഇതെല്ലാം ഞാൻ എനേബിൾ ചെയ്തിടാനാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഇത് വന്നാലും നിങ്ങൾക്കത് അടിക്കാതിരിക്കാൻ, നിങ്ങളുടെ അതിനൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാനാണ്. ഓക്കെ, ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്തിടാം, ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ ഞാനിതിപ്പോൾ ക്രാഷ് ബഗ് ഐറ്റംസൊക്കെയാണ് ഈ ഒരു സംഭവമൊക്കെയാണ് ഇമ്മ്യൂൺ ചെയ്യുന്നുള്ളൂ. വെബ് പേജ് വൈറസ് ഈ ഐറ്റംസൊക്കെ ഞാൻ ഇമ്മ്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇമ്മ്യൂൺ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് വൈറസ് ഉള്ള ഐറ്റംസ് മാത്രമേയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വൈറസ് ഉള്ള ഐറ്റംസ് മാത്രമാണ് ബഗ്ഗായിട്ട് വരുള്ളൂ. അല്ലാണ്ട് ഇമേജസ് അയച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഇമേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്ത് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാധാ വാട്സാപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് നമ്പർ വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് പോകാം. അക്കൗണ്ടിൽ പ്രൈവസീസ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിടാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങളൊരു പിൻ നമ്പർ അടിക്കേണ്ടതായിട്ടുണ്ട്. പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എനേബിൾ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ടെക്സ്റ്റ് നൗ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു നമ്പർ വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു അക്കൗണ്ട് തൂക്കിക്കൊണ്ട് പോകും. അതായത് ആ ഒരു അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു OTP അടിച്ച് നമ്മുടെ നമ്പർ അയാൾക്ക് കിട്ടും.
വെരിഫിക്കേഷൻ അടിച്ചാലും നമ്മുടെ നമ്പറൊക്കെ കിട്ടും. ഒരാഴ്ച നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മെയിലും ചെക്ക് ചെയ്യണം. ഈ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തേക്കുന്ന ഒരു മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ 6 ദിവസമോ 7 ദിവസം എന്തോ ആണ് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫസ്റ്റ് നേരത്തെ OTP അടിച്ചു വെച്ച ആളുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ട്രാൻസ്ഫർ ആവും. ഈ ഒരു ട്രാൻസ്ഫർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു നമ്പർ പോയെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അല്ലാതെ അതിൽ നിന്ന് ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയോ കോൾ അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു നമ്പർ പോവാതെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.